അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ. ചിക്കൻ ടിക്ക പോളയാണ്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ ഇനിയിപ്പോൾ ടിക്ക ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 കഷ്ണമൊക്കെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ ഞാനിതിലേക്ക് 1/2 കിലോ ചിക്കന് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴുകി വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞു സ്പൂണാണത്. അതിനൊരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണും 1 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് തൈരും, പിന്നെ 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, നാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തതാണ്. അതൊരു 1 ടേബിൾ സ്പൂണും 1.5 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾ, മുളക്, മല്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, തൈര്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരും 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, 1.5 ടീസ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. കുറേ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ്. ഞാനിത് പിസക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ കുറച്ച് പിസക്ക് എടുത്തതിൻ്റെ ശേഷം ബാക്കിയാണ് ഞാനിതിലേക്ക് പോള ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും. അങ്ങനെ നമ്മൾ അതിലേക്ക് ചിക്കന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ 2 പാനിലും കൂടി ആയിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പോളയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. കുട്ടികൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ചിക്കന് കുറച്ച് കയ്യിലുണ്ടായാൽ മതി. ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിനി ചിക്കൻ സാധാ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനായാലും കുഴപ്പമില്ല. അതൊന്ന് ഇതേപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായി കട്ടി എന്താ പറയുക പിച്ചി എടുക്കൂലേ, അതേപോലെ എടുത്താലും മതി. ഞാൻ പറഞ്ഞല്ലോ വലിയൊരു പാൻ വെച്ചിട്ട് അതിലിട്ടിട്ട് ഫുള്ള് ഇട്ട് കൊടുത്തു. ഞാൻ പിസ്സ ഉണ്ടായിരുന്നു, പിസ്സക്കും കൂടി വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ്. ഇനി നമുക്കിത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതിലാണത് കുക്ക് ചെയ്തെടുക്കണേ ആ പാന് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കോരി മാറ്റിട്ടോ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവാള കട്ട് ചെയ്തതും, 1 തക്കാളി കട്ട് ചെയ്തത്, 1/2 ക്യാരറ്റ് കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. 1 തക്കാളി, 1/2 ക്യാരറ്റ്, 1 ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളും മുളകും ഉപ്പും 1/2 ടീസ്പൂൺ, 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാരണം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ എല്ലാത്തിലും ഉപ്പ് ഇട്ട് കൊടുക്കണമുണ്ട്. ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. പിന്നെ ഒരു ചെറിയ പോർഷൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ ടേസ്റ്റാണ്. അതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി ഇതിലേക്ക് ഒരു 1/2 ഭാഗം, ഒരു 1/2 പോർഷന് ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി, ഉള്ളിയും തക്കാളിയും ക്യാരറ്റും ക്യാപ്സിക്കവും, പിന്നെ എന്താ പറയുക മഞ്ഞൾ, മുളക്, ഉപ്പ്, ഇതെല്ലാം കൂടി വഴന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം മല്ലിയിലിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫാക്കുക. പിന്നെ ഞാൻ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് ബാറ്റർ തയ്യാറാക്കാം.
അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പപ്പൊടി വേണമെങ്കിൽ എടുക്കാം. ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. പാലില്ലെങ്കിൽ വെള്ളമായാലും മതി, പക്ഷേ അല്ലെങ്കിൽ പാലിൻ്റെ വെള്ളമായാലും വെള്ളമായാലും മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാത്തിലും ഉപ്പ് ഇട്ട് കൊടുക്കണതുകൊണ്ടാണ് ഞാൻ അത്ര ഉപ്പിട്ടത്. 2 കോഴിമുട്ടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 2 കോഴിമുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ്, പിന്നെ ഞാൻ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, സോഡയല്ല പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ അടിച്ചെടുത്ത ബാറ്റർ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചെടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വേറെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ വേറൊരു വേണ്ടാത്ത പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ പാനിനെ എടുത്ത് വെക്കണം. കാരണം ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചെടുക്കാൻ പറ്റില്ല, അപ്പോൾ അടി കരിഞ്ഞു പോകും. അങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നതിൻ്റെ ശേഷം നമുക്കിനി ഞാനൊരു 3 കോഴിമുട്ട വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ടയും തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തക്കാളിയും ക്യാപ്സിക്കവും കോഴിമുട്ടയും കൂടി വീണ്ടും ഇട്ടെടുത്തു. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് ചിക്കൻ ഞാൻ ചിക്കൻ്റെ മസാല ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ മസാലയും കൂടി ഒന്ന് ഇട്ടെടുത്തിട്ട് ഒരു 25-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംഭവം റെഡിയായി. ആകെ ഒരു 30-35 മിനിറ്റേ വേണ്ടുള്ളൂ. എന്താ പറയുക, കുറച്ച് സമയം മതി നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ.